ഇന്റർപോൾ അന്വേഷിക്കുന്ന കുറ്റവാളി, ഇന്റർപോളിന് പിടികൊടുക്കാത്തവർ എന്നൊക്കെ സിനിമകളിൽ കേട്ടിട്ടുണ്ട്. ഇതെന്താണെന്നോ? ഒരു അന്താരാഷ്ട്ര പോലീസ് സംഘടന. 1914 ഇങ്ങനെയൊരു സംഘടനയുടെ ആശയം മൊണാക്കോയിൽ നടന്ന ഇന്റർനാഷണൽ ക്രിമിനൽ പോലീസ് കോൺഗ്രസിൽ മുന്നോട്ട് വെച്ചത്. താമസിയാതെ 20 രാജ്യങ്ങൾ ചേർന്ന്, മിക്കതും യൂറോപ്യൻ രാജ്യങ്ങളായിരുന്നു, ഇത് പ്രാവർത്തികമാക്കി. 1923 ഓസ്ട്രിയയിൽ. രണ്ടാം ലോക മഹായുദ്ധ സമയത്ത് ഓസ്ട്രിയ കൈയേറ്റം ചെയ്ത നാസി പട്ടാളം ഈ സംഘടനയുടെ നിയന്ത്രണവും കൈക്കലാക്കി അവരുടെ ഉദ്ദേശങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചു തുടങ്ങി 7 വർഷത്തോളം. പിന്നീട് യുദ്ധം അവസാനിച്ചപ്പോഴാണ് സംഘടനയ്ക്ക് ഇതിൽ നിന്നൊരു മോചനമുണ്ടായത്. ശേഷം രാജ്യാന്തര യാത്രകളും കുടിയേറ്റങ്ങളും കൂടിവന്ന സാഹചര്യത്തിൽ ഇതിന്റെ പ്രാധാന്യവും കൂടി വന്നു. ഇന്റർനാഷണൽ ക്രിമിനൽ പോലീസ് എന്നത് ചുരുക്കിയാണ് ഇന്റർപോൾ എന്ന പേര് 1946 വന്നത്. കൂടുതൽ രാജ്യങ്ങളും പങ്കാളിത്തം നേടിത്തുടങ്ങി. 1949 ഇന്ത്യയും ചേർന്നു. ഇന്ന് 196 രാജ്യങ്ങൾ മെമ്പേഴ്സായ ഇന്റർപോളിൽ എല്ലാവരെയും പ്രതിനിധാനം ചെയ്യുന്ന ജനറൽ അസംബ്ലി എന്ന ബോഡിയാണ് വർഷത്തിലൊരിക്കൽ ചേർന്ന് ഭരണ നേതൃത്വ തീരുമാനങ്ങൾ എടുക്കുന്നത്. ദൈനംദിന കാര്യങ്ങൾ ജനറൽ സെക്രട്ടേറിയറ്റ് എന്ന ബോഡിയാണ് നോക്കി നടത്തുന്നത്. ഈ മെമ്പർ രാജ്യങ്ങളുടെ കോൺട്രിബ്യൂഷൻസ് തന്നെയാണ് സാമ്പത്തികമായി ഇതിനെ മുന്നോട്ട് നയിക്കുന്നതും. രാജ്യാന്തര പോലീസ് തമ്മിലുള്ള ആശയവിനിമയം, ഒരു കുറ്റവാളി വേറൊരു രാജ്യത്തേക്ക് രക്ഷപ്പെട്ടാലുള്ള റെഡ് ലുക്ക് ഔട്ട് നോട്ടീസസ്, ഇൻഫർമേഷൻ കൈമാറ്റം ഒക്കെയാണ് പ്രധാനമായും ഇവർ കൈകാര്യം ചെയ്യുന്നത്. ഹ്യൂമൻ ട്രാഫിക്കിംഗ്, ടെററിസം, സൈബർ ക്രൈം ഒക്കെയാണ് കൂടുതൽ ഊന്നൽ. ഇതൊക്കെ ആണെങ്കിലും അറസ്റ്റ് ചെയ്യാനോ ശിക്ഷിക്കാനോ ഒന്നും ഇവർക്ക് പറ്റില്ല. അതാത് രാജ്യങ്ങളെ പ്രോംപ്റ്റ് ചെയ്യുക, ഭരണ നേതൃത്വങ്ങൾക്ക് വിവരം കൈമാറുക, പോലീസ് പല രാജ്യാന്തര പോലീസുകൾ തമ്മിലുള്ള ആശയവിനിമയത്തിന് സഹായിക്കുക, കൂടുതൽ രാജ്യങ്ങൾ ഇൻവോൾവ് ആകുമ്പോഴുള്ള കോംപ്ലിക്കേഷൻസ് കുറയ്ക്കുക, ഇതൊക്കെയാണ് ഇവരുടെ ലക്ഷ്യവും ഗുണവും.